ഊഞ്ഞാലിട്ടല്ലോ. അയ്യോ അമ്മ, നമ്മൾ ഊഞ്ഞാലിട്ടില്ലല്ലോ. നമുക്ക് ഊഞ്ഞാലിടാം. മുല്ലപ്പൂവൊക്കെ മറ്റേ മല്ലികപ്പൂവൊക്കെ കെട്ടി തൂക്കിട്ട്. അതൊന്നും വേണ്ട, അതൊക്കെ ഈ ടിവിയിലെ ഓണാഘോഷത്തിനുള്ളതാ. അല്ല അതൊന്നും വേണ്ട, നമുക്ക് വെറുതെ ഒരു കയറൊക്കെ ഉണ്ടോ നമ്മുടെ അടുത്ത്? കയറ് മേടിക്കണോടാ, പുതിയത് മേടിക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. പഴയതൊക്കെ എടുത്ത് ഊഞ്ഞാല് കെട്ടിയ പിന്നെ നടു ഒടിഞ്ഞ് എവിടെയെങ്കിലും കിടക്കാം. പിന്നെ നമുക്ക് സെൽഫി എടുത്തിടണം. അതിനേക്കാളും കൂടുതൽ അത്യാവശ്യം ഉള്ളത് ഓണസദ്യയും പായസമാണ്. സേമിയ പായസം ഉണ്ടാക്കാം ഇന്ന്. ഈ പെങ്കൊച്ചല്ലടാ അന്ന് ആ സേമിയ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വഴക്കിട്ടത് ഇപ്പൊ കണ്ടു വന്നിട്ട്. അത് അമ്മയോടുള്ള സ്നേഹം കാരണം. എന്റെ ഉത്തമയായ ഭാര്യ. അതൊന്നല്ല, ഞാൻ എന്തുണ്ടാക്കണോ അതിന്റെ ഓപ്പോസിറ്റ് വേണം അവക്ക്. അമ്മ അങ്ങനെയല്ല, ഈ ഓണം തൊട്ട് ഞാൻ ഫുൾ സെറ്റാണ്. എനിക്ക് എന്റെ അമ്മ ഇനി മുറ്റാണ്, ഞാൻ തല്ലുകൂടില്ല. പൊട്ടി അവിടുന്ന് ഇച്ചിരി പിന്നെ പൂവും കൂടെ മേടിച്ചു. അവക്കും ഇച്ചിരി തലേ ചൂടാനും പിന്നെ ഇത് നമ്മളെ പൂക്കളം ഇടാനും ഒക്കെ ആയിട്ട്. പൂവല്ലേ? ഓക്കെ. വേറെന്തെങ്കിലും? പച്ചക്കറി. പച്ചക്കറി നോൺ വെജ് ഇല്ല, ഓണമല്ലേ. വേറെന്തെങ്കിലും? വേറെ ഒന്നും വേണ്ട. പച്ചക്കറി, പായസത്തിനുള്ളത് പാല്, അതൊക്കെ മേടിക്കും. മുന്തിരി ഇതും ഒക്കെ മാറി. കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അതുമുള്ള സാധനങ്ങള്. നല്ല ചെലവാട്ടോ. എന്നാലും ഇതിനൊക്കെ വലിയ കാശാവൂല അമ്മ. അയ്യോ, കാശിനെ കുറിച്ച് ഇത്രയും ബോധമുള്ള ഒരു മോൻ. പിന്നെ കാശ് മുടക്കാതെ തിന്നാൻ പറ്റുമോ? എന്തായാലും നമ്മുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച കാശുള്ളത് എനിക്ക് പണിയെടുക്കാതെ തിന്ന. നീ ഇരുന്ന് നേരം കളയല്ലേ, അങ്ങോട്ട് പോയി ആ സാധനമൊക്കെ മേടിച്ചോണ്ടാ. അല്ലെ, എന്തൊക്കെയാ വാങ്ങിക്കണ്ടേ? ഇത്ര പ്രായമായിട്ട് ഇതൊന്നും അറിയത്തില്ലേ. നീ ചെന്ന് ഓണത്തിനുള്ള ഇച്ചിരി സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വാ കുഞ്ഞെ. പിന്നെ പോകുന്ന വഴി ആ ബെന്നിയും കുട്ടിക്കും. എന്തിനാ? എനിക്ക് കുറച്ച് ആൾബലുള്ളത് നല്ലതല്ലേ. അതുകൊണ്ടൊന്നുമല്ല, അവന് നല്ലൊരു ഓണസദ്യ കൊടുക്കാലോ എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ച എന്നോടുള്ള സ്നേഹം കാരണം ബെന്നിച്ചിനോടുള്ള സ്നേഹം അല്ലേ. നീ ഇപ്പോഴല്ലേ വന്നത്? ബെന്നിച്ചിനെ വർഷങ്ങളായിട്ട് ഇവിടെ കയറി ഇറങ്ങുന്ന കൊച്ച. എനിക്ക് അവൻ മകനെ പോലെ. ആയിക്കോട്ടെ, സന്തോഷം. ഞാൻ പോയി വാങ്ങിട്ട് വരാട്ടോ. ഗോവിന്ദേട്ടാ, മുല്ലപ്പൂ മേടിക്കാൻ മറക്കല്ലേ. പിന്നെന്താ? ഞാൻ പറഞ്ഞായിരുന്നു കൊച്ചെ, നീ കേട്ടില്ലേ? നിനക്ക് തലേ വെക്കാൻ മുല്ലപ്പൂവിന്റെ കാര്യം. അമ്മ പറഞ്ഞോണ്ടാണല്ലോ എനിക്കിപ്പോ മുല്ലപ്പൂ കിട്ടുന്നത്. ബെന്നിച്ചൻ വിളിച്ചോട്ടെ. എന്താ ഫോൺ എടുക്കാത്ത? ഓ, മറ്റേ ഗേൾ ഫ്രണ്ട് സെറ്റായി കാണും. ഒളിച്ചോടി പോയോ ആവോ. എന്തായാലും അല്പം മ്യൂസിക് ഇട്ടിട്ട് പോകും. എവിടെ മ്യൂസിക്? കഴിഞ്ഞ പ്രാവശ്യം മണിക്കുട്ടനും ടീനയും ഉള്ളപ്പോ ഉള്ള അത്തത്തിനേക്കാൾ കൂടുതൽ പൂവുണ്ട് ഇത്. അത് ഞാനല്ലേ വാങ്ങാൻ പോയേ, ഇനുണ്ടാവാതിരിക്കും. ഇത്തവണ നിങ്ങൾ വന്നിട്ടുള്ള ആദ്യ ഓണമല്ലേ, അതുകൊണ്ട് പൂക്കളമൊക്കെ ഇച്ചിരി ഗംഭീരാവട്ടെ. അവരോടും കൂടെ വരാൻ പറയായിരുന്നു. അവരവിടെ UK കിടന്ന് പൊളിക്കായിരിക്കും. അവരങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ഉടനെ ഇങ്ങോട്ട് ഓണം കൂടാൻ വരാൻ പറഞ്ഞ വരാൻ പറ്റുന്ന ദൂരത്തെങ്ങാനും ആണോ? അവരവിടെ സെറ്റായി കഴിഞ്ഞാലേ നമുക്കും കൂടെ അങ്ങോട്ട് പോയാലോ? അല്ല, അതിരിക്കട്ടെ. നിന്നോട് ഈ സാധനമൊക്കെ മേടിക്കുന്ന കൂടെ ബെന്നിച്ചനും കൂടെ കൂട്ടാൻ ഞാൻ പറഞ്ഞല്ലേ, എന്നിട്ട് അവൻ എന്തേ? ബെന്നിച്ചനാണ് ഇന്ന് ബിസിയോട് ബിസി. അല്ല, കിറ്റും കൊടുക്കാൻ പോയിക്കാണോ? പിന്നെ സർക്കാർ പോലും കിറ്റ് കൊടുക്കുന്നില്ല, അപ്പോഴാ പിന്നെ ഇനി അവൻ കൊടുക്കാൻ പോകുന്നു. അവനല്ലേലും ഇന്ന് എന്തുവാ ബിസി? ഇന്ന് ഓണസദ്യ ഉണ്ട്, ഊഞ്ഞാലും ആടി, എവിടെയെങ്കിലും ഒക്കെ നടക്കാനുള്ളതിന് അവൻ ഇന്ന് എന്നാ തിരക്കിലായി ഓടിയത്. കോൺട്രൊന്നുമല്ല, എന്തോ കാര്യപ്പെട്ട പണിയില്ല. ഞാൻ വിളിച്ചതാ നേരത്തെ. വെള്ളം അടിക്കണ കാര്യത്തിലാണെങ്കിൽ പിന്നെ ഒരാളിവിടെ കാണത്തില്ലല്ലോ. വെറുതെ ഇരുന്നാലും കുറ്റം പറയാൻ മാത്രം അറിയുന്ന ചില നാട്ടുകാരാണല്ലോ ഈ നാട്ടുകാരോ? ഞാനിപ്പോ നാട്ടുകാരിയാണോടാ? അമ്മ ഈ നാട്ടിലല്ലേ. പൂക്കളം ഇട്ടിട്ട് വേണം ആ പായസത്തിന്റെ പരിപാടി. ഞാൻ ഇത്രയും ആക്കിയില്ല, ഇത് ഇത്രയും ഞാൻ ആക്കി. ഇതാണ് ഞാൻ പണിയെടുക്കാത്തത്. എന്തെങ്കിലും പണിയെടുക്കാൻ പോയുള്ള പണി എന്റെ മേലേക്ക് വരും. വേണ്ട വേണ്ട, നീ അതിലങ്ങോട്ട് ചെയ്തേച്ചാ കഴിഞ്ഞു. ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? എവിടെ കഴിഞ്ഞു? അമ്മ ഇട്ടേക്ക് നോക്കി, ഇതുപോലെ ഇടണ്ടേ പൊട്ടാ. ഇവള് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേറി ഭരിക്കുന്നുണ്ട്.
തീരെ ഇഷ്ടപ്പെടുന്നില്ല. കുറച്ച് പൂ തരൂ. ആജ്ഞാപിക്കണ്ട. അപേക്ഷിക്കാം. കുറച്ച് പൂ തരൂ. അങ്ങനെയാണെങ്കിൽ തരാം. എനിക്ക് വേണ്ട കേട്ടോ. അങ്ങനെ വേണ്ടാതാവും. അമ്മ എന്റെ പൂ അമ്മേ, ഇതെന്റെ ബോർഡർ അല്ലേ. നീ വെക്കാതെ രണ്ടും കൂടി ഇരുന്ന് ഇടാൻ നോക്ക്. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി നോക്കാൻ കേട്ടോ. അതെ, ഇന്ന് അമ്മ പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാം. ഇന്നത്തോടുകൂടി ഞാൻ കുക്കിംഗ് പഠിച്ചിരിക്കും. നമുക്കൊന്ന് ആദ്യം അവിയൽ വെക്കാം. ആ, അവിയൽ വെക്കുമ്പോഴുണ്ടല്ലോ ഒട്ടും വെള്ളം ഒഴിക്കരുത്. ഈ പടവലങ്ങയുടെ വെള്ളരിക്കയുടെ ഒക്കെ വെള്ളം കൊണ്ട് തന്നെ വേവണം. അപ്പോഴേ അവിയൽ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെള്ളം പോലെ ആയിരിക്കും. അല്ല, അപ്പോ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകത്തില്ല? ഇല്ല, പടവലങ്ങയൊക്കെ വേകുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറി അതുകൊണ്ട് നിറയെ വെള്ളമാകും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇതെല്ലാം വേവും. അത് കഴിഞ്ഞ് അരപ്പിട്ട് ഇളക്കി നല്ല ഉള്ളി ചതച്ച് കറിവേപ്പില ഞെരടിയിട്ട് വെളിച്ചെണ്ണയും ചേർത്ത് അങ്ങോട്ട് ഒഴിച്ച്. അപ്പൊ ഉപ്പും മഞ്ഞളും അത് വേവിക്കുമ്പോഴേ ഇടണം ആദ്യം. ഉപ്പും മഞ്ഞളും പച്ചമുളകൊക്കെ കീറി ഇട്ടിട്ട് വേവിക്കണം. അവിയലിന്റെ കാര്യം ഞാൻ ഏറ്റു. ബാക്കി എന്താ വെക്കണ്ടേ? പിന്നെ ഓലൻ വെക്കണം, തോരൻ വെക്കണം. തോരനൊക്കെ അറിയത്തില്ലേ? ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? തോരനൊന്നും അറിയാനില്ല. കടുക് വറുത്ത് വറയിലേക്ക് ഇത്തിരി അരിഞ്ഞത് എന്താന്ന് വെച്ചാൽ അതങ്ങോട്ട് ഇട്ടിട്ട് മൂടി വേവിച്ച് അരപ്പ് ചേർത്ത് ഇളക്കിയെടുക്കണം. അരയരുത്, ഇങ്ങനെ ഒതുക്കി. അളവ് എങ്ങനെയാ മനസ്സിലാവുക? ഏതിന്റെ അളവ്? ഉപ്പും മഞ്ഞളൊക്കെ ഇടണ്ടേ? അതെങ്ങനെ? ഞാൻ ഉപ്പിട്ടിട്ട് കൂടിപ്പോയാ എന്ത് ചെയ്യും? അതിപ്പോ ഒരു നമുക്ക് 3 പേർക്കുള്ള 4 പേർക്കൊക്കെ ആണെങ്കിൽ ഒരു 1/2 സ്പൂൺ ഉപ്പൊക്കെ, ടീസ്പൂണിന്. ടീസ്പൂൺ അങ്ങനെ പറഞ്ഞാ? ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ തേയില ഇടണ സ്പൂണ്. ടീ എന്ന് കേട്ടിട്ടില്ലേ? ചായപ്പൊടി ഇടണ സ്പൂണിന് ഒരു 1/2 സ്പൂൺ ഉപ്പൊക്കെ മതിയാവും. 1/2 സ്പൂൺ ഉപ്പ്? എല്ലാവരും 1/2 സ്പൂൺ ഉപ്പ് വീതം? അല്ല, വെള്ളമുള്ള കറിക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഉപ്പ് വേണ്ടി വരും. വെള്ളം ഒഴിക്കണ അനുസരിച്ച് ഉപ്പ് കുറയൂല. തോരന്റെ കാര്യം ഞാൻ പറഞ്ഞു. തോരനൊക്കെ പറയുമ്പോ എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. ആദ്യം ഇച്ചിരി ഇടണം. ഇച്ചിരി ഇട്ട് കഴിഞ്ഞ് നമ്മൾ നോക്കണം വെന്ത് കഴിയുമ്പോൾ. എന്നിട്ട് പോരെങ്കിൽ മാത്രമേ ഇടാവുള്ളൂ. ആദ്യം തന്നെ ഉപ്പ് കുറേ കുടഞ്ഞിടരുത്. അപ്പൊ അര ഇട്ടിട്ട് 1/4 ടീസ്പൂണില് 1/2 ടീസ്പൂൺ എന്താ? മോള് തേങ്ങ ഇറങ്ങിക്കോ, ഞാൻ ചെയ്തോളാം എല്ലാം. അതെ, ഇതിലെങ്ങനെ തേങ്ങ ചേരണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിട്ടേ ഇല്ലേ? ഓണായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മുഴുവൻ ഒരു ഓണമയാണല്ലോ. ഹായ്, കൊള്ളാലോ. ഓൺലൈൻ പൂക്കള മത്സരം. നിങ്ങളുടെ വീട്ടിലെ ഓണപ്പൂക്കൾ റീലായി അയക്കൂ. നേടൂ കൈ നിറയെ സമ്മാനം. അയക്കേണ്ട നമ്പർ, മെയിൽ ID. കൈ നിറയെ സമ്മാനം എന്തായിരിക്കും? കൈ നിറയെ സമ്മാനമായിട്ട് കൊടുക്കും. എന്തേലാവട്ടെ. പൂക്കളും ഉണ്ട്, ഫോണും ഉണ്ട്. കൈ നിറയെ സമ്മാനം ഒന്ന് പരീക്ഷിച്ച് നോക്കാല്ലേ? കഠിനാധ്വാനങ്ങളൊക്കെ കഴിഞ്ഞു. വാവ്, അമൽനീരത്ത് വെക്കും ഇങ്ങനത്തെ ഒരു ഷൂട്ട് കഴിഞ്ഞു. ഇനി എഡിറ്റിംഗ്. അയ്യോ, ഇതൊന്നും വരുന്നില്ലല്ലോ. എന്റെ കുഞ്ഞെ, ഇങ്ങനെ ഈ അകത്തൂന്നല്ല ആദ്യം ചേരേണ്ടത്. അതെ, ഈ അരികത്തൂന്ന് ചേരേണ്ടത്. അപ്പൊ എളുപ്പമാകും. ഓക്കെ. അങ്ങനെ ചരിച്ച് എളുപ്പമായില്ലേ? അങ്ങനെ ചിരണ്ടി അകത്തോട്ടാ ചേരണ്ടത്. ഹായ്, ഞാൻ കുറച്ച് കഴിക്കട്ടെ. ആഹാ, ഇങ്ങനെ ചിരണ്ടണ കഴിച്ചാ പിന്നെ അങ്ങനെ ഉണ്ടാവും. നല്ല മധുരം. അത് നടുക്കത്തെ ഭാഗമായതുകൊണ്ടാ നല്ല മധുരം വരില്ല. എന്ത് രസല്ലേ. ഒന്ന് പായസം പൊളിക്കും കണ്ടോ? കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ചിരണ്ടിയപ്പോ എളുപ്പമായത് കണ്ടില്ലേ? സത്യം. പാത്രം അങ്ങ് നീങ്ങി വെക്കിയത് കുറെ പോകും. അതെ, അപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പ്രോ ആയില്ലേ? ഹലോ, ഹാപ്പി അല്ലേ? പിന്നെ ഹാപ്പി അല്ലാണ്ടിരിക്കുവോ? ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ഓണം. എന്നാ ഹാപ്പി ഓണം. ഓണമായിട്ടായിരിക്കും. പറയില്ലാത്ത കാഴ്ചകളൊക്കെ കാണുന്നുണ്ടല്ലോ. കൊച്ച ഓരോന്ന് പഠിക്കുവല്ലേടാ. ഗോവിന്ദൻ എന്തി? അവൻ ഊഞ്ഞാല് കെട്ടാനും എന്തോ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നെ കൊറേ വിളിച്ച് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഓ പിന്നെ, ഓണമായിട്ട് നിനക്ക് തന്നെ ഇനി മാത്രം തിരക്ക്. ഓണത്തല്ല് ഒക്കെ അല്ല, ഓണത്തിന്റെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ കാരണേ. ഓണത്തല്ല് നടത്തി വേഷം മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാ പരിപാടിയും കോളാക്കിട്ട് വന്നിരിക്കുക. ഞാൻ അവനെ കണ്ടിട്ട് വരാം.
ആ എടാ ബെന്നി, ആ നീ അവനെയും കൂട്ടി ഇങ്ങോട്ട് വാ. ഇവിടെ ഒരു പരിപാടിയും തീർന്നിട്ടില്ല, ഒത്തിരി പണിയുണ്ട്. വരാം. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ആ